ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നലെ പറഞ്ഞിരിക്കുന്ന എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഹൈക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. രേവതിയെ കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കുകയും അതുപോരാത്തതിന് പ്രേതത്തിന് തനിക്ക് ഒട്ടും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചും കൊണ്ടാണ് മുറിയിലേക്ക് കയറി പോകുന്നത്. അങ്ങനെയുള്ള ചന്ദ്രയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർഷ കുറേ നേരം ചന്ദ്ര എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. ഇത് എൻ്റെ വീടാ എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ അല്ലല്ല ഇത് എൻ്റെ വീടാണ് ചന്ദ്ര എന്ന് പറഞ്ഞ ഒറ്റ വിളി വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ബെഡിലേക്ക് ചാടി കയറിയിട്ട് രവി എങ്ങനെ വിളിക്കുകയാണേ. ഇത് നോക്ക് രവിയേട്ടാ എഴുന്നേക്കെന്ന് പറയുന്നുണ്ടെങ്കിലും നീ തന്നെ പോയിട്ട് നിന്റെ കുടുംബക്കാരെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് രവി നല്ല ഉറക്കമാണ് കേട്ടോ. അമ്മയെ പോലെ തന്നെ ഈ ശബ്ദങ്ങളെല്ലാം റൂമിൽ നിന്ന് ശ്രുതിയും കേൾക്കുന്നുണ്ട്. വർഷയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും രേവതിയാണെങ്കിൽ വേണ്ട മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയെ എല്ലാത്തിൽ നിന്നും തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ ഒരു കാര്യത്തിന് തൊരിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനാക്കാതെ ഒരിക്കലും വിടില്ലല്ലോ. ഓരോരോ ശബ്ദങ്ങൾ കേൾക്കുന്തോറും നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് കട്ടിന്റെ അടിയിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പുറത്ത് നീ പോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വർഷ ചന്ദ്രയെ അവിടുന്ന് ഓടിക്കാനുള്ള രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ചു നേരം റൂമിൽ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ കതകങ്ങ് തുറക്കുന്ന ശബ്ദം കേൾക്കും. ചന്ദ്ര പുറത്തേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും വർഷയും അതുപോലെ തന്നെ രേവതിയും കൂടി ഒളിച്ചു നിൽക്കുവാണേ. ചന്ദ്ര പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല. അതേ സമയം തന്നെ ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചന്ദ്രയും ശ്രുതിയും തമ്മിൽ പരസ്പരം കാണുമ്പോൾ അവർ രണ്ടുപേരും ശരിക്കും പേടിക്കുന്നുണ്ട്. നീ ഒന്ന് മാറിപ്പോടാ അവിടുന്ന്, എന്നെ വെറുതെ പേടിപ്പിക്കാൻ. ഞാൻ അമ്മ വിചാരിച്ചു ശരിക്കും പ്രേതമാണോ എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്നിട്ട് ചന്ദ്ര മെല്ലെ കാലെടുത്ത് വെക്കുമ്പോഴേക്കും ചെലങ്കയുടെ ശബ്ദം അങ്ങ് ഇടുവാണേ. എടാ ചെലങ്കയുടെ ശബ്ദം, ആ അമ്മ ശരിയാണെന്ന് പറഞ്ഞ് ശ്രുതി എടുത്ത് കാല് വെക്കുമ്പോഴേക്കും വീണ്ടും ചെലങ്കയുടെ ശബ്ദം ഇടുന്നുണ്ടേ. അങ്ങനെ രണ്ടുപേരും ഓടുന്ന സമയത്ത് ഭയങ്കര ചെലങ്കയുടെ ശബ്ദം ഇങ്ങനെ ഇടുന്നുണ്ടേ. എടാ എനിക്ക് പേടിയാകുന്നുണ്ടെടാ, എന്താടാ ഇത് സാധാരണയുള്ള ശബ്ദമൊന്നുമല്ലല്ലോ, എന്താ ഇങ്ങനെ പുതിയ ശബ്ദങ്ങളൊക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ എനിക്കും പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ വീടായെന്ന് പറയുകയാണേ. നല്ല ഹൊറർ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വർഷയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും വർഷ നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ. ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. അവരിങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നതെല്ലാം കാണുമ്പോഴേക്കും നമ്മുടെ രേവതിക്കാണെന്നുണ്ടെങ്കിൽ പാവം തോന്നിയിട്ട് മതി വർഷയെ മതി എന്ന് മതി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് വേഗം ലൈറ്റ് ഓൺ ചെയ്യാൻ കേട്ടോ രേവതി. വർഷയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുവാണേ. ഉടനെ തന്നെ രേവതി കൊണ്ടുപോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട്. അമ്മ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ്. പക്ഷെ വർഷയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിരിയാണ്. ചന്ദ്ര പേടിച്ച് വരച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ രേവതി കൊണ്ടുകൊടുത്ത വെള്ളം വേഗം മേടിച്ച് കുടിക്കുന്നുണ്ട്. അരികിലേക്ക് ചെന്നിട്ട് വർഷ വയ്ക്കുന്നുണ്ട്. ആന്റിക്ക് പേടിയില്ല എന്നല്ലേ പറഞ്ഞത്, എന്നിട്ടാണോ ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞത്? ഓഹോ, അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ പണിയായിരുന്നല്ലോ, ഈ സമയത്താണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രുതി ദേഷ്യപ്പെടുവാണേ. എന്താടി രേവതി ഇതെല്ലാം നിന്റെ പണിയാണോ എന്ന് ചോദിച്ചിട്ട് രേവതിക്ക് നേരെ ചെല്ലുവാണ് ചന്ദ്ര. ആന്റി ഇതെല്ലാം എന്റെ പണിയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ട്. ഇതാണോ ഫണ്ണ്? കുറച്ചു നേരം കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ എന്ന് ശ്രുതി പറയാണേ. എടി എന്താടി നിന്നെ ഞാൻ ചീത്ത വിളിച്ചു പോയതിന് ഇവളെ എരിപിരി കയറ്റി ചെയ്യിപ്പിച്ചതായിരിക്കും അല്ലേ? ആന്റി ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം എന്റെ ഐഡിയ ആണെന്ന്. ഇപ്പൊ വെറുതെ എന്തിനാ രേവതി ചേച്ചിയെ ചീത്ത വിളിക്കുന്നത്? എന്തായാലും ആന്റിക്ക് ഇപ്പൊ ഭയം വന്നില്ലേ എന്ന് പറഞ്ഞ് വർഷ ഭയങ്കര ചിരിയാണേ. ആ ചിരി കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും വർഷയുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. രേവതിയെ നോക്കി പേടിപ്പിച്ചിട്ട് വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് സുധിയും കൂട്ടിയിട്ട് വേഗം മുറിയിലേക്ക് കയറി പോവുകയാണ്. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞ ശേഷം രേവതി പറയുന്നുണ്ട്, വർഷേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന്. ഇപ്പോ ഇതിനും കൂടി ചേർത്തിട്ട് രാവിലെ എന്നെ ആയിരിക്കും ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്നത്. ചേച്ചി അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ പേടിയാല് കുറച്ചു കാലത്തേക്ക് നമ്മളെ അടുത്തേക്ക് എന്തായാലും വരാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വർഷ മുറിയിലേക്ക് അങ്ങ് കയറി പോവാണേ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് സച്ചി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടോ. വന്ന ഉടനെ തന്നെ അച്ഛനെയാണ് അന്വേഷിക്കുന്നത്. അച്ഛൻ വാക്കിങ്ങിന് പോയി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുകയാണേ. കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങിക്കൂടായിരുന്നു? അതെങ്ങനെ രേവതി, എന്റെ കാറിൽ ഗസ്റ്റ് ഇരിക്കുന്ന സമയത്ത് അവരെവിടെ നിർത്തിക്കൊണ്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുമോ? അവർക്ക് കൃത്യസമയത്ത് തന്നെ എത്തണ്ടേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാവില്ലേ? എന്താ ചെയ്യാനാ രേവതി, എന്തായാലും ഇങ്ങനെയൊക്കെ ഓടിയാൽ മാത്രമാണല്ലോ കാശ് കയ്യിൽ വരുള്ളൂ. സച്ചിയുടെ അന്നത്തെ ട്രിപ്പിന്റെ കാശും അതുപോലെ തന്നെ പുതിയ വണ്ടിയുടെ വാടക കാശും കൂടി രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് കുഞ്ചിക്കത് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പൈസ ഇട്ടതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, രാത്രിയിൽ ഇങ്ങനെ ഉറക്കൊഴിച്ചിട്ടുള്ള ഇതൊക്കെ വേണം നമുക്ക്, രാവിലെ ഓടിക്കുന്ന ട്രിപ്പിന്റെ കാശ് പോരെ എന്ന്. അതെങ്ങനെ രേവതി ശരിയാവുന്നത്? നമുക്ക് ഉടനെ തന്നെ മുകളില് റൂം കെട്ടണ്ടേ? അല്ല എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിന്റെ കണ്ണെന്താണ് ചുമന്നിരിക്കുന്നത്? എന്താ ഇന്നലെ രാത്രി നീ പൂ കൊടുക്കാൻ വേണ്ടി പോയോ എന്ന് ചോദിക്കുകയാണേ. അതല്ല രാത്രി ഉറക്കം വന്നില്ല എന്ന് പറയണേ. എന്താ എന്റെ ഭാര്യയ്ക്ക് എന്നെ കാണാത്തത് കൊണ്ട് ഉറക്കം
വന്നില്ലേ? ഇന്നലെ രാത്രി വർഷയും ഞാനും കൂടി ചേർന്നിട്ട് ഒരു പ്രേതത്തിന്റെ സിനിമ കണ്ടു. ആ സിനിമ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് ഉറക്കം തന്നെ വന്നില്ല. ഹാളില് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഈ വീട്ടിൽ നീ എന്തിനാ പ്രേതത്തിനെയൊക്കെ പേടിക്കുന്നത്? എന്റെ അമ്മയേക്കാൾ വലിയൊരു പ്രേതം ഈ വീട്ടിലേക്ക് ഇനി വേറെ കയറി വരാനില്ല. അയ്യോ സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കെ, അമ്മ കേൾക്കും. ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ വർഷ പ്രേതത്തിന്റെ ശബ്ദമൊക്കെ ഇട്ടിട്ട് അമ്മയെ പേടിപ്പിക്കുകയും കൂടി ചെയ്തു. അതില് എന്നെയും കൂടി ഇന്നലെ ചീത്ത വിളിച്ചു. ആഹാ, നിങ്ങളാള് കൊള്ളാലോ, എന്റെ അമ്മയെ പേടിപ്പിച്ചു അല്ലേ? ഇനിയിപ്പോ സച്ചേട്ടാ അതിനിന്ന് രാവിലെ എന്തൊക്കെയാണോ പറയാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. അതെന്തേലൊക്കെ ആവട്ടെ രേവതി, അത് വിട്ടേക്ക്. എന്താണെന്നറിയില്ല, കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നീറുന്നുണ്ട്. ശരീരം മൊത്തത്തിൽ ചൂടായ പോലെയുണ്ട്. ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ രേവതിയാണെങ്കിൽ കുറച്ചു നേരം സച്ചേട്ടൻ ഇരിക്കും, ഞാൻ തലയിലിടാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണേ. അതേസമയം വർഷയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ശ്രീകാന്തിന് ഒരു ടീഷർട്ട് മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ശ്രീകാന്ത്, ഇതാ നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കയ്യിലേക്ക് കൊടുക്കുവാണേ. അത് പൊളിച്ചു നോക്കുന്ന സമയത്ത് ശ്രീകാന്തിന്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ കളർ ടീഷർട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് ശ്രീകാന്ത് പറയുമ്പോൾ അത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ കളറും ഡിഫറെന്റ് ഒക്കെ ആണെന്നൊക്കെ വർഷ പറയുന്നുണ്ടേ. നിനക്ക് അത്രയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആ ടീഷർട്ട് എടുത്ത് കാണിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുന്നത്, അതിന്റെ മെറ്റീരിയൽ ഇതൊക്കെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ദേഷ്യം പിടിക്കുന്നുണ്ടേ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ബെറ്റ് വെക്കാം, ഇതുപോലത്തെ 2 ടീഷർട്ട് എന്റെ കയ്യിലുണ്ട്. ഓ ആണല്ലേ, സോറി, അറിയാതെ എടുത്തോണ്ട് വന്നതാണ്, അറിയാതെ ഞാൻ മേടിച്ചോണ്ട് വന്ന് പോയതാണെന്ന് പറഞ്ഞിട്ട് ആ ടീഷർട്ട് മേടിക്കുവാണേ. നീ എന്തിനാ ഇപ്പൊ ഇത്രയും ടെൻഷൻ ആവുന്നത്? നീ നല്ലതല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? ഞാൻ നല്ലതല്ല എന്നല്ലല്ലോ വർഷയെ പറഞ്ഞത്. എന്തായാലും നിന്റെ കയ്യിൽ ഇതുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് ഇതിന്റെ ആവശ്യമില്ല. വൈഫ് ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും നിനക്കറിയില്ല. നീ പോടാ, നീ എന്തായാലും ഇത് ഇടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് വർഷ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഞാൻ നോർമലി പറയുന്നത് പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ലൈറ്റിൽ എനിക്ക് ഡിഫറെന്റ് കളറായിട്ട് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷർട്ട് വീണ്ടും മേടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ വർഷയെ സോപ്പിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും വേണ്ട, നീ എന്തായാലും ഇത് ഇടണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോയി മേടിച്ചിട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം? എന്താ അതുപോലും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു മിഷൻ പോലെ ഇവിടെ ഞാൻ നിൽക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതിന് ഞാൻ ഒട്ടും തയ്യാറുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അങ്ങ് തള്ളിയിട്ടിട്ട് ദേഷ്യത്തിൽ വർഷം അങ്ങ് പോവാണ് കേട്ടോ. ആ കറക്റ്റ് സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് എണ്ണയും കാച്ചി വരുന്നത്. എക്സ്പ്രസ് ട്രെയിൻ പോലെ വന്നതുകൊണ്ട് തന്നെ വർഷ അത് തട്ടി എല്ലാം കൂടി താഴെ പോകുന്നുണ്ടേ. ചേച്ചി, ഒരാൾ എന്നെ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു, ആ ദേഷ്യത്തിലാണ് ഞാൻ വന്നത്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടേ. ശരി, സാരമില്ല, എന്തായാലും അത് കളഞ്ഞു പോയില്ലേ. ഇത് എന്തായിരുന്നു ചേച്ചി? എണ്ണയായിരുന്നു, ഞാൻ സച്ചേട്ടിന് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അയ്യോ എന്ന് പറയുമ്പോഴേക്കും കുഴപ്പമില്ല, ഞാൻ വേറെ ഉണ്ടാക്കിക്കോളാം ചേച്ചി, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്ത് തരാം, ചേച്ചി മോപ്പ് എടുത്ത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ വേണ്ട, നിന്റെ ഡ്രസ്സിലൊക്കെ ആവും, നീ പൊക്കോ മോളെ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. വേണ്ട ചേച്ചി, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് വർഷ പറയുന്നുണ്ടെങ്കിലും വേണ്ട, നീ പൊക്കോന്നല്ലേ പറഞ്ഞത്, നീ മുറിയിലേക്ക് പോയിക്കോ, ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയും വർഷയാണെന്നുണ്ടെങ്കിൽ നേരെ ബെഡ്റൂമിലേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യുകയാണേ. എക്സ്പ്രസ് ട്രെയിൻ പോലെ പോയ ആൾ തിരികെ വന്നതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ പെട്ടെന്ന് തന്നെ തിരികെ വന്നത്, ദേഷ്യമൊക്കെ മാറിയോ? നിന്റെ തെറ്റ് റിയലൈസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടാ അവിടുന്ന്, നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടല്ലോ, രേവതി ചേച്ചി ചെന്ന് ഇടിച്ചു, നീ എന്തിനാ വർഷേ എന്നോടുള്ള ദേഷ്യം ചേച്ചിയുടെ മേലെ തീർക്കാൻ വേണ്ടി പോയത്? ഞാൻ ചേച്ചിയെ അറിയാതെ പോയി ഇടിച്ചതാണ്, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്ത് പോവായിരുന്നു, അതെല്ലാം താഴെ കളഞ്ഞു പോയി, എല്ലാം നീ ഒറ്റൊരുത്തം കാരണമാണെന്ന് പറഞ്ഞിട്ട് വർഷ വീണ്ടും ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതെല്ലാം കുറച്ച് ഓവറാണ് വർഷേ, ഞാനിവിടെ മിണ്ടാതിരിക്കില്ലായിരുന്നു, നീയാണ് വന്നിട്ട് ഒച്ച എടുക്കുന്നതും നീ തന്നെയാണ് ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നതും. ഇപ്പോൾ ഉള്ളിൽ കയറി വന്നിട്ട് വെറുതെ ലൂസ് പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീയാണിവിടെ ലൂസ് എന്ന് പറഞ്ഞിട്ട് തിരികെ അങ്ങോട്ടും അങ്ങോട്ടും അടി ഉണ്ടാക്കുകയാണ്. അതേസമയം ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ ചിന്തിയ അതേ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ വരുവാണ്. എണ്ണയിൽ കാല് ചവിട്ടിയിട്ട് നടുവും തെല്ലിയിട്ട് അങ്ങ് വീഴുന്നുണ്ട്. ചന്ദ്രമതി വീഴുന്നത് കാണുമ്പോഴേക്കും രേവതി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിയും ചന്ദ്രയും ഒരുമിച്ചാണ് വീഴുന്നത്. അവർ വീണ ആ ഒച്ച കേട്ടിട്ടാണ് എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നത്. വന്നോടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ആന്റി, എന്താ ആന്റി താഴെ കിടക്കുന്നതെന്ന്? ഞാനിവിടെ ശയന പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് പോടി അവിടുന്ന്. തുടർന്ന് സച്ചി ഒന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രേവതി എന്താ പറ്റിയെന്ന്? എണ്ണ ചീന്തി പോയതാണ് സച്ചിയേട്ടാ. കൈ താ എഴുന്നേപ്പിക്കുക എന്നുള്ള മട്ടിൽ കൈ കൊടുക്കുന്നുണ്ട് സച്ചി. ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് ചന്ദ്ര. തുടർന്ന് ശ്രീകാന്തോ അമ്മയെ കൈ പിടിക്കുക എഴുന്നേപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് പോടാ, എനിക്ക് നടുവേദനിച്ചിട്ട് വയ്യേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പോവാണേ. ആന്റിക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇവള് മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഒപ്പിച്ചു വെച്ചാന്ന് പറയണേ. പിന്നെ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ വലിയ നാട്ടു രാജാവല്ലേ, ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ. കണ്ടില്ലേ എണ്ണ താഴെ ചിന്തി വെച്ചിരിക്കുന്നത്, ഞാൻ തലയടിച്ച് വീണിട്ട്
എനിക്ക് എന്തെങ്കിലും പറ്റണം അതിന് വേണ്ടിയിട്ട് ഇവള് മനഃപൂർവ്വം ചെയ്തതാണ്. അമ്മേ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞാനും വീണില്ലേന്ന് ചോദിക്കുകയാണേ. നീ മിണ്ടി പോകരുതെടി. എത്ര നാളായെടി നീ ഇതിന് വേണ്ടിയിട്ട് കച്ച കെട്ടി നടക്കുന്നത്? അമ്മേ ചേച്ചിയൊന്നും ചെയ്തില്ലെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ഇല്ലടാ ഇവള് തന്നെയാണ് എല്ലാം ചെയ്തത്, നീ മിണ്ടാതിരിക്കടാ. അത് കേട്ട വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആന്റി എപ്പോ നോക്കിക്കഴിഞ്ഞാലും എന്തിനാ രേവതി ചേച്ചിയെ തന്നെ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്? രേവതി ചേച്ചി എണ്ണ എടുത്ത് വരുന്ന സമയത്ത് ഞാനാണ് അറിയാതെ തട്ടിയിട്ടത്, അങ്ങനെയാണ് താഴെ മൊത്തം എണ്ണയായത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ തുടക്കണ്ടായിരുന്നോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാ ശ്രുതി ഞാൻ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഞാൻ വരുന്നതിന് മുമ്പ് അമ്മ വീണ് പോയതാണ്. എടി നീ കള്ളം പറയണ്ട, ഞാൻ വീഴുന്നത് കണ്ടിട്ട് വീഴട്ടെ എന്ന് വിചാരിച്ചിട്ട് നീ നിന്നതല്ലേ? അയ്യോ എനിക്ക് വേദനിക്കുന്നേന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും നീ എന്താടി എന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്നൊക്കെയാണ് ചന്ദ്ര രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് എന്റെ കൈയും കാലും ഒടിച്ചിട്ട് ഇവിടെ കിടത്തണം, അതാണ് ഇവളുടെ ലക്ഷ്യം. ആന്റി ഞാൻ പറഞ്ഞില്ലേ അത് രേവതി ചേച്ചിയല്ല ഞാൻ കാരണമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. വർഷ പറയുന്നത് കേട്ട ഉടനെ തന്നെ സച്ചി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, വർഷേ രേവതിയെ കുറ്റം പറയാനും അതുപോലെ രേവതിയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം. അതിന് ഇന്ന് ഈ എണ്ണയായി. ഇന്നലെ രാത്രി പ്രേതത്തെ പോലെ അലറി വിളിച്ച് എന്നെ പേടിപ്പിച്ചു, ഇന്നിപ്പോ ദാ എണ്ണ ഒഴിച്ചിട്ട് എന്നെ തറയിൽ വീഴ്ത്തി. ഇതെല്ലാം മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് ഇവള് ചെയ്തതെന്നുള്ള കാര്യം ചന്ദ്ര പറയുന്ന സമയത്ത് അമ്മ പറഞ്ഞ് കറക്റ്റാണ്. ഇത് IPC സെക്ഷൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണുവാണേ. ശ്രുതി ഏതാ വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ വായിൽ നന്നായിട്ട് വരുന്നാണ് സച്ചി പറയുന്നത്. ഈ പഠിച്ചവന്മാരുടെ പ്രശ്നം ഇത് തന്നെയാണ്. നിനക്കല്ലേടാ IPC സെക്ഷനിലൊക്കെ ക്രിമിനൽ ബുദ്ധിയൊക്കെ ഉള്ളത്, അപ്പൊ നീയും കൂടി ചേർന്നിട്ടാണോടാ ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ. അമ്മ അറിയാതെ ഒന്ന് വഴുത്ത് വീഴുന്നതിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ വലിയ ക്രിമിനൽ അറ്റംപ്റ്റ് പോലെ. എടാ അല്ലെങ്കിലും ഇവൻ എപ്പോഴാടാ അമ്മയോട് സ്നേഹമുള്ളത്? ശ്രുതി ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സച്ചി എടാ സ്നേഹം ഉള്ളത് കൊണ്ടാണെടാ വന്ന ഉടനെ തന്നെ കൈ പിടിച്ചിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കിയത്, പക്ഷെ അമ്മയാണ് തട്ടിവിട്ടത്. നീ വന്നത് മുതൽ വെറുതെ ഡയലോഗ് അടിക്കാന്നല്ലാതെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ശ്രമിച്ചില്ലല്ലോ. അമ്മ കൈ താ എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൈ കൊടുക്കുന്നുണ്ട്. സച്ചി അത്രയ്ക്കും പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം നീ മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് അമ്മ കൈ താ എന്ന് പറഞ്ഞ് വേഗം കൈ കൊടുക്കുവാണ് കേട്ടോ. കൈ കൊടുത്തിട്ട് എഴുന്നേൽപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ശ്രുതിയും കൂടി നടും തള്ളിയിട്ട് അവിടെ വീഴുന്നുണ്ട് കേട്ടോ. എഴുന്നേൽപ്പിക്കാൻ നോക്കിയ ചന്ദ്രയെ വീണ്ടും തള്ളിയിട്ടത് കൊണ്ട് തന്നെ പോടാ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട് ചന്ദ്ര. എഴുന്നേൽപ്പിക്കാനുള്ള പേരും പറഞ്ഞിട്ട് നീ വീണ്ടും എന്നെ തള്ളി വിട്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടാണ്. ഇത് കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ നിങ്ങളുടെ പുന്നാര മകൻ നിങ്ങളെ വീണ്ടും തള്ളിയിട്ടില്ലേ? അല്ലെങ്കിലും എപ്പോഴും ഇവൻ കാരണമാണ് നിങ്ങൾക്ക് ആപത്ത് വരാൻ വേണ്ടി പോകുന്നതെന്ന് പല തവണയായിട്ട് കാണിച്ചു തരുന്നു. 50 ലക്ഷത്തിൽ ആരംഭിച്ച മോശപ്പെട്ട നേരാണ് ഇപ്പോഴും അതൊന്നും അവസാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിധത്തിൽ ശ്രുതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ശ്രുതി. പിന്നെ ശ്രീകാന്തും വർഷയും കൂടി ചേർന്നിട്ട് ചന്ദ്രയെ എഴുന്നേൽപ്പിച്ചിട്ട് ഒരു ചെയറിൽ ഇരുത്തുന്നുണ്ട്. ഉടനെ തന്നെ ചെന്നിട്ട് ശ്രുതി ബാമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് കാലിൽ നീട്ടിയിട്ട് കാലിന് ഇങ്ങനെ തടവി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴും രേവതിയെ കുറ്റം പറിച്ചതിൽ ഒരു കുറവും ഇല്ല കേട്ടോ. കണ്ടില്ലേ ശ്രുതി ആ രേവതിയുടെ പണി, അവള് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയെന്ന് പറയുമ്പോൾ അമ്മ എന്നെയും കൊല്ലാൻ നോക്കിയെന്നാണ് ശ്രുതിയുടെ പറച്ചില്. പക്ഷേ ഇത് കേട്ടിട്ട് വർഷയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. വേഗം ഓടിയിട്ട് അവരുടെ അടുക്കിലേക്ക് വന്നിട്ട് ആന്റി നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ? മിസ്റ്റേക്ക് എന്റെ മേലാണുള്ളത്, പിന്നെ എന്തിനാ രേവതി ചേച്ചി നിങ്ങൾ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താ വർഷം നിന്റെ ശബ്ദമൊക്കെ ഉയരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പതിയെ ഞാൻ പറഞ്ഞിട്ട് ആന്റിക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ടാണ് ശബ്ദം ഉയർത്തി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ രേവതി ചേച്ചിയുടെ മേലെ ഒരു തെറ്റുമില്ല എന്ന്. പക്ഷേ നീ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവള് ഇങ്ങനെ ആട്ടം ആടുന്നത്. ആന്റി എന്താ ഈ പറയുന്നത്? സപ്പോർട്ടോ? ഞാനെന്താ പൊളിറ്റിക്കൽ പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇലക്ഷനിൽ വോട്ട് മേടിച്ചു കൊടുക്കാന്? സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ രേവതി ചേച്ചിയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചാൻസ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി നടക്കുവാണ്. ഇതെല്ലാം വലിയ തെറ്റാണ് ആന്റി, ഇനി മേലാൽ അങ്ങനെയൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് കേട്ടോ വർഷം അവിടെ നിന്ന് പോകുന്നത്. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ മുഖത്ത് അടി കിട്ടിയതുപോലെയാണ് അവിടെ ഇരിക്കുന്നത്.